ഹേ ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നല്ലൊരു അടിപൊളി സോങ് കേട്ടിട്ട് വന്നാലോ? അപ്പോൾ ഓക്കെ, പാട്ട് കഴിഞ്ഞിട്ടില്ല. പാട്ടിങ്ങനെ കേട്ടോണ്ടിരുന്നാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് വ്ലോഗാണ്. ഒന്നുമില്ല, എനിക്ക് കുറച്ച് ആക്സസറീസും അതുപോലെ തന്നെ വീട്ടിലേക്ക് കുറച്ച് ഓർഗനൈസർ സെറ്റും ഒക്കെ തപ്പി ഇറങ്ങിയതാണ്. എനിക്കുള്ളതൊന്നും കിട്ടിയില്ല. ഞാൻ കുറച്ചിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കുള്ളതൊന്നും കിട്ടിയില്ല. വീട്ടിലോട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഒന്നുമില്ല, കുറച്ച് സ്റ്റോറേജ് ബോക്സസ് ആണ് വാങ്ങിയത്. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു 2 സ്റ്റോറേജ് സംഭവങ്ങളും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ട്രേയും കൂടി അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ആ ട്രേ നമ്മുടെ ഈ ഒരു കണ്ടെയ്നർ ബോക്സസ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നാട്ടിൽ നിന്ന് അധികം പൊടികളെല്ലാം നാട്ടിൽ നിന്നാണ് കൊണ്ടുവരാറുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നിട്ട് കുറച്ചായി. അപ്പോൾ നമ്മുടെ കൊണ്ടുവന്ന പൊടികളെല്ലാം തീർന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കാറാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ട് വെക്കാൻ ഇവിടെ പഴയ യൂസ് ചെയ്തിരുന്ന സംഭവങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കതൊന്ന് മാറ്റണമെന്ന് തോന്നിയപ്പോൾ ഞാനൊന്ന് മാറ്റി. ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമില്ലാത്തത്. പിന്നെ നമ്മളിവിടെ നിൽക്കുന്നത്, നമ്മൾ റെൻറ്റിനാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ ഈ റെൻ്റൽ ഹൗസിലേക്ക് നമ്മൾ ഒരുപാട് സാധനങ്ങൾ മേടിച്ചു കൂട്ടുന്നതിനോട് എനിക്കത്ര വലിയ താല്പര്യമില്ല. പിന്നെ നമുക്ക് റൂം ചേഞ്ച് ചെയ്യാനുള്ളൊരു പ്ലാനും കൂടി ഉണ്ട്. അപ്പോൾ ഈ റൂം ചേഞ്ച് ചെയ്ത സമയത്ത് ഇതെല്ലാം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ മുമ്പും ഇതുപോലൊരു അബദ്ധം ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഇനിയുള്ള അത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടാൻ അധികം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള മട്ടിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ പഴയ ബോക്സിൽ നിന്ന് ഈ ഒരു പുതിയ ബോക്സിലോട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ റമദാനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങളിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താമെന്ന് ഞാൻ വിചാരിച്ചു. ഞങ്ങൾക്ക് റമദാനിൻ്റെ മുന്നേ വീട് ഒന്ന് മാറണം എന്നൊരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വീട് അടുത്തൊന്നും നോക്കിയിട്ട് നമുക്ക് കിട്ടിയില്ല. നല്ല വീടുകളൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇനി കിട്ടുന്ന സമയത്ത് മാറാം എന്നുള്ളൊരു മട്ടിലാണ്. അതിൻ്റെ ഇടയിൽ നാട്ടിൽ പോയിട്ട് വരണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ നാട്ടിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. വീട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വീട് നോക്കണം. അതുപോലെ തന്നെ മോൻ്റെ സ്കൂള് കാര്യങ്ങൾ അത് നോക്കണം. പിന്നെ 1-2 ചെറിയ ഒഫീഷ്യൽ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഡെയിലി ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്. നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോമ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ നെക്സ്റ്റ് മന്ത് തന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് പോക്ക് നടക്കുക എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഞങ്ങൾ എത്ര പ്ലാൻ ചെയ്ത്, ഞങ്ങൾ പൊതുവേ ഒരു ലാഗ് വരുത്തുന്ന ആളുകളാണ്. എത്ര പ്ലാൻ ചെയ്താലും കാര്യങ്ങൾ ലേറ്റായിട്ട് നടക്കുകയുള്ളൂ. ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് എങ്ങോട്ടെങ്കിലും ഒന്ന് പുറത്തോട്ട് ഇറങ്ങണമെന്ന് തീരുമാനിക്കുകയാണെങ്കിലും 5 മണിക്ക് ഇറങ്ങണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങൾ അറ്റ്ലീസ്റ്റ് 7 മണി വരെയെങ്കിലും ആകും. അത് എൻ്റെ കുഴപ്പമല്ല കേട്ടോ. ആൾക്കാർ വിചാരിക്കും ഞാൻ മേക്കപ്പ് എല്ലാം ചെയ്ത് എൻ്റെ ഡ്രസ്സിങ്ങെല്ലാം കഴിഞ്ഞ് തീരുന്ന സമയത്താണ് അങ്ങനെ സംഭവിക്കുക. പക്ഷേ എനിക്ക് നേരെ ഓപ്പോസിറ്റാണ്. എൻ്റെത് പെട്ടെന്ന് തീരും, പുള്ളിക്കാരൻ്റെയാണ് തീരാത്തത്. അങ്ങനെ ഞാൻ എൻ്റെ സവാള ഇടുന്ന ബോക്സ് എല്ലാം ഒന്ന് ക്ലീനാക്കി വെച്ച് അതിലോട്ട് സവാളയും കുഞ്ഞു ഉള്ളിയും കൂടി അതിലോട്ട് ഇട്ട് വെക്കുന്നുണ്ട്. മറ്റ് 2 ബോക്സാണ് അതിൻ്റെ കൂടെ കിട്ടിയത് കേട്ടോ. ഇതൊക്കെ നമ്മൾ 5 റിയാൽ ഷോപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇവിടെ 5 റിയാൽ ഷോപ്പിൽ പോയാൽ നമുക്ക് എല്ലാ സംഭവങ്ങളും ആ ഒരു എമൗണ്ടിന് കിട്ടും. അപ്പോൾ എനിക്കതിൽ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ചീപ്പ് പ്രൈസിന് നമുക്ക് നല്ല ക്വാളിറ്റി ഐറ്റംസ് കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ അവൈലബിൾ ആണ്. മീഷോ പോലത്തെ ആപ്സിലൊക്കെ നമുക്ക് സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. എന്നാലും നമുക്ക് ഡയറക്റ്റ് പോയി വാങ്ങാൻ കഴിയുന്നു. അപ്പോൾ നല്ല കാര്യമല്ലേ. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ഹെൽത്തി ബിസ്ക്കറ്റാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഞാൻ കാഷ്യൂം, ബദാം, അതുപോലെ തന്നെ വാൾനട്ട്, ഈത്തപ്പഴം, റാഗി ഇതൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയൊരു ബിസ്ക്കറ്റാണ്. അങ്ങനെ ഈവനിങ് ആയപ്പോൾ നമ്മളൊരു കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. കോഫിയുടെ കൂടെ ചെറിയൊരു സ്നാക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയ വീഡിയോ ആണ്, കൂടുതലൊന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ.